വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ ആമുഖം. ഗ്രീസിലെ ഒരു പ്രമുഖ പട്ടണമായിരുന്നു കൊറിന്തോസ്. കൊറിന്തോസിലെ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം താഴ്ന്ന വർഗക്കാരിൽ നിന്നും മറ്റുള്ളവർ യഹൂദരിൽ നിന്നും മനസ്സ് തിരിഞ്ഞവരായിരുന്നു. പ്രവചനവരം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള കഴിവ് മുതലായ നിരവധി ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു അവരിൽ പലരും. എന്നാൽ സാൻമാർഗിക നിയമങ്ങൾ സംബന്ധിച്ച വിജ്ഞാനം അവർക്ക് കുറവായിരുന്നു. പൗലോസ് തൻ്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്തോസ് സന്ദർശിച്ചത്. തദവസരത്തിൽ പ്രഷില്ല, തീത്തോസ്, ക്രിസ്പോസ് മുതലായ പ്രഗത്ഭരെ ശിഷ്യപ്പെടുത്തുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. കൊറിന്തോസുകാർക്കുള്ള 2 ലേഖനങ്ങളും പൗലോസ് തൻ്റെ മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയിൽ എഴുതിയതാണ്. AD 57 ആരംഭത്തിൽ 1-ാം ലേഖനവും അവസാനത്തേതിൽ 2-ാം ലേഖനവും എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. 1-ാം ലേഖനം എഫേസോസിൽ വെച്ചും 2-ാമത്തേത് മക്കദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ചുമാണ് എഴുതിയത്. ഇവയ്ക്ക് പുറമെ വേറെ 2 ലേഖനങ്ങൾ കൂടി അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് അയച്ചതായി സൂചനകളുണ്ട്. സുവിശേഷ പ്രവർത്തനത്തെയും അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ന്യായീകരിച്ചു കാണിക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേക ഉദ്ദേശ്യം. പൗലോസ് തൻ്റെ അപ്പോസ്തല അധികാരങ്ങളും അവകാശങ്ങളും ആദ്യ ഭാഗത്ത് വ്യക്തമാക്കുന്നു. തുടർന്ന് ക്രൈസ്തവർ ഔദാര്യശീലമുള്ളവരായിരിക്കണമെന്നും ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ച് അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ധനശേഖരം നടത്തണമെന്നും ഉത്ബോധിപ്പിക്കുന്നു. അപ്പോസ്തലനെ വ്യക്തിപരമായി വിമർശിച്ചിട്ടുള്ളവർക്കുള്ള മറുപടിയാണ് അവസാന ഭാഗം.